ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോസോടുകൂടിയുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. 17,540 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,569 അടുത്ത് വരെ മാർക്കറ്റ് ഹൈ പോയി. തുടർന്ന് 17,421 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. 43 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈൻ ആയിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. HCL, TCS, വിപ്രോ, ടെക് മഹീന്ദ്ര, UPL ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. IT സെക്ടറായിരുന്നു പ്രധാനമായിട്ടും ഇന്ന് ഇൻഡെക്സിനെ താങ്ങി നിർത്തിയിട്ട് കാണാനുള്ളത്. നല്ലൊരു ഗെയിൻ ആയിരുന്നു IT സെക്ടറിൽ കണ്ടുവന്നത്. ഇനി നിഫ്റ്റി ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോടുകൂടിയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ നടന്ന് പിന്നീട് ഒരു ലോസിലായിരുന്നു മാർക്കറ്റ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബീറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു ലെവൽ, അതായത് 17,450-550 മുകളിലൊന്നും മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു ബീറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 17,300 റേഞ്ചുകളാണ് നമുക്ക് അടുത്തൊരു സപ്പോർട്ടുകളായിട്ട് കാണാനുള്ളത്. അപ്പോൾ അതല്ല, വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും ഒരു അപ് ട്രെൻഡ് തുടർന്ന് 17,550 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 17,550 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിന് സാധ്യതകളും മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടൊന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ദിവസങ്ങളൊരു മാർക്കറ്റിനെ കുറിച്ചൊരു ഐഡിയ, ഒരു ക്ലാരിറ്റി തരാത്ത രീതിയിലാണ് മാർക്കറ്റ് പല ദിവസങ്ങളും ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും നല്ലൊരു ബീറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരുന്നു ഇന്ന് പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ഡോജി പാറ്റേൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്തൊരു അപ് ട്രെൻഡിന് വീണ്ടും ഒരു ബീറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു. 11-ാം തീയതി 66 പോയിൻറ്റ്സ് ഡൗണിലാണ് നാസ്ഡാക്ക് എൻഡ് ആയത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. എല്ലാ മാർക്കറ്റിലും തന്നെ ഒരു മിക്സ്ഡ് ട്രെൻഡും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് രീതിയിലുമാണ് നിലനിൽക്കുന്നത്. ഇനി US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ ഒരു കമ്പനി ഫേസർ എന്ന് പറഞ്ഞ കമ്പനി അവർ ഈ ഒരു ഇയർ എൻഡോട് കൂടി കൊറോണയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ US മാർക്കറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസുകളൊക്കെ ഇന്നത്തെ US മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡാണ് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലും SGX നിഫ്റ്റി ഇപ്പം ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഇപ്പോൾ ചെറിയൊരു വർധനവ് കാണാനുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. 73.48 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോൾ FIIൻ്റെ ഭാഗത്തു നിന്ന് 1,175 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വെള്ളിയാഴ്ച ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും 724 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ നമ്മളൊരു അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിപ്രോയുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ടുണ്ട് പ്രീവിയസ് ഹൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഇന്നും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു 308 മുകളിൽ ഒരു ഓപ്പണിംഗ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അപ് ട്രെൻഡുകൾ തുടരാനുള്ള സാധ്യതകൾ വിപ്രോയിൽ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ടെക് മഹീന്ദ്രൻ്റെ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ ഇതിലും ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ടുണ്ട് പ്രീവിയസ് ഹൈയിൽ നിന്ന്. നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇന്നും പ്ലോട്ട് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു 791-92 മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ടെക് മഹീന്ദ്രയിൽ നിലനിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് റാലിസ് ഇന്ത്യയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് സോണിൽ നിന്നൊക്കെ ഒരു റിവേഴ്സൽ കണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ തന്നപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽസ് ആണ് പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റാലി തുടരുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നോക്കുകയാണെങ്കിൽ 320, അതേ തുടർന്ന് 340 ഈ ഒരു റേഞ്ചുകളിലാണ് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് തുടരുന്നുണ്ടോ നിങ്ങൾ വാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റെസിസ്റ്റൻസ് സോണുകളെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് NIITൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടൊരു ബ്രേക്ക്ഔട്ടുകൾ നടന്നിരിക്കുന്നു പ്രീവിയസ് ഹൈയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുന്നുണ്ടോ എന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരു 145-146 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇതിലും നമുക്കൊരു ട്രേഡിങ്ങിന് ഉള്ളൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് പോളിക്യാബിൻ്റെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇന്നും പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതായത് പ്രീവിയസ് റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു 938-39 വരെയുള്ളൊരു റാലി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിന് അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാമർ പാറ്റേണൊക്കെ ഫോം ചെയ്ത് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ കണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു റാലി തുടരുന്നതായിട്ടാണ് ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു റാലി തുടരുകയാണെങ്കിൽ നമുക്കൊരു 155 വരെയുള്ളൊരു റാലിക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക്.
അടുത്തതായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷായിട്ട് ഒരു ക്യാൻഡിൽസാണ് കണ്ടുവരുന്നത്. ഒരു സപ്പോർട്ട് സോണുകളിൽ നിന്നൊക്കെ ഒരു റിവേഴ്സൽ ഇപ്പോൾ കൺഫർമേഷൻ കിട്ടുന്നുണ്ട് നമ്മൾക്ക്. അപ്പോൾ ഈ ഒരു റാലി തുടരുന്നുണ്ടെന്ന് വാച്ച് ചെയ്യുക. അടുത്ത നിയർ റെസിസ്റ്റൻസ് സോണുകളായിട്ട് നോക്കുകയാണെങ്കിൽ 169, അതുപോലെ തന്നെ തുടർന്ന് 178, 179 റേഞ്ചുകളിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നമ്മൾക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കാവേരി സീഡ്സിൻ്റെ ഒരു ചാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷായിട്ടൊരു റിവേഴ്സൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു 550 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് റാലി തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 610 റേഞ്ചുകളാണ് നമുക്കൊരു റെസിസ്റ്റൻസുകൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കാവേരി സീഡ്സിൻ്റെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷായിട്ടുള്ള റിവേഴ്സൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു 550 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 549, 550 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് വരികയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് 610 നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മണപ്പുറത്തിൻ്റെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണുകളുടെ അടുത്ത് വരെ ഇന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നീട് ഒരു കറക്ഷന് ശേഷം ഉണ്ടാവുകയായിരുന്നു ഇന്ന് മണപ്പുറത്തിലുണ്ടായിരുന്നത്. ഒരു ഡെയിലി ചാർട്ടിലെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സൂചനകൾ നമ്മൾക്ക് തരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കൺഫർമേഷൻ ഇല്ല. ഒരു 157 താഴെ വരുന്ന ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ താഴേക്ക് നടക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ മണപ്പുറത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഹാവൽസിൻ്റെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഒരു എൻട്രിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡിൽ ഒരു ബിയറിഷ് ബ്രേക്കൗട്ടുകളാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രീവിയസ് സപ്പോർട്ടുകളൊക്കെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് പവർ ഗ്രിഡിൽ കണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, ശ്രീറാം ട്രാൻസ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ ഇതിലും വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു റിവേഴ്സലൊക്കെ കൺഫർമേഷൻ കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അടുത്തായിട്ട് ഇൻഫോസിസിനെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക ചാർട്ട്. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സപ്പോർട്ട് സോണുകളിൽ നിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷായിട്ടുള്ള റിവേഴ്സൽ കണ്ടുവരുന്നുണ്ട്. അതിനൊരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ 371 റേഞ്ചുകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളെയും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യമേ തന്നെ S&P ഇന്ത്യയുടെ ഒരു GDPനെ വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. -9% ആയിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ -5% ആയിരുന്നു ഈ ഇയറിലെ GDP ഗ്രോത്ത് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ JLRൻ്റെ ഓഗസ്റ്റ് മന്തിലെ സെയിൽസ് ഡാറ്റയിൽ 15% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു Q1 മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ സെയിൽസിൽ ഏകദേശം 42% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി ദിലീപ് ബിൽക്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏകദേശം 1140 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ICICI ഹെവി എഞ്ചിനീയറിംഗിന് ഇവർക്കും ഏകദേശം 126 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഹിൻഡാൽക്കോയിൽ നിന്നും വിൻ ചെയ്തു എന്ന രീതിയിലും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രത്നാമണി മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏകദേശം 90 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഇവരുടെ ഒരു കാർബൺ സ്റ്റീൽ ഡിവിഷൻ വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടു. അടുത്തായിട്ട് JB മോട്ടോയിലേക്ക് വരുമ്പോൾ ഇവർ ഏകദേശം 116 BSV6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള AC ലോ ഫ്ലോർ ബസസിൻ്റെ ഓർഡറുകൾ ഡൽഹി ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് BSV6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവരായിരിക്കും റോൾ ഔട്ട് ചെയ്യാൻ പോകുന്ന എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ICICI ലോംബാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർ യെസ് ബാങ്കുമായിട്ടൊരു ടൈപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ ഈ ഒരു ICICI ലോംബാർഡിൻ്റെ ഇൻഷുറൻസ് പോർട്ട്ഫോളിയോയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത് ICICI ലോംബാർഡിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ Q2വിൻ്റെ ബിസിനസ് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റുകളാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു Q2വിൽ ഏകദേശം 3.5% റവന്യൂ ഗ്രോത്ത് ഉണ്ടാകും. അതുമാത്രമല്ല എവിടെയും നല്ല ഗ്രോത്തുകൾ ഉണ്ടാകും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഈ ഒരു ഓർഡറുകളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെലിവറി ഈ ഒരു ക്വാർട്ടറിലും സാധിക്കും എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കൊടുത്തു. തുടർന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിൻ ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിനുണ്ടായിരുന്നത്. അടുത്തായിട്ട് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒറക്സ അവർ US ഡിസ്ട്രിക്ട് കോർട്ടിൽ ഇവർക്ക് സൺഫാർമയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പേറ്റൻറ്റിൻ്റെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട്.
അടുത്തായിട്ട് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ IRCTCക്ക് 224 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ ഇത് 72 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ നോക്കുമ്പോൾ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കുകയാണെങ്കിൽ അതിലും 71% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റുകളും പ്രതീക്ഷിക്കുന്നില്ല എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റവന്യൂവിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലുള്ള ഇമ്പാക്റ്റുകളെല്ലാം തന്നെ ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. BHELനെ സംബന്ധിച്ചിടത്തോളം 893 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളാണ് ഇവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിലും അതിലും കുറവുകൾ വന്നിട്ടുണ്ട്. അവർക്ക് 2086 കോടിയുടെ ഒരു ടോട്ടൽ ഇൻകമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റെയിൽ വികാസ് നിഗത്തിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 2% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 23% ഡിക്ലൈനും അവർക്കുണ്ടായിട്ടുണ്ട്. കൊറോണയുടെ ഇമ്പാക്റ്റുകൾ തന്നെയാണ് ഇവരും കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജിയിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 17% വർധനവും 45 കോടിയുടെ നെറ്റ് പ്രോഫിറ്റുമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പോർട്സ് നോക്കുമ്പോഴും അതിലും 24% വർധനവ് ഉണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പവർ സപ്ലൈയിലുള്ള നിന്നുള്ള റവന്യൂയിൽ നോക്കുമ്പോഴും 10% വർധനവ് അവർക്കുണ്ടായി എന്ന രീതിയിലും കാണിച്ചിരിക്കുന്നു. അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ ഓൺ ട്രാക്കിലാണ് എന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഇവർക്ക് ഈ ഒരു റിസൾട്ട്സ് വന്നതിനെ തുടർന്ന്. ഇനി അടുത്തായിട്ട് ഇൻഫോസിസിലേക്ക് വരുമ്പോൾ ഇവർ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് വിഷനെ അക്വയർ ചെയ്യാൻ പോകുന്നു. അതിനുള്ളൊരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ Q3 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു അക്വിസിഷൻ എല്ലാം കംപ്ലീറ്റ് ആകാൻ സാധിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ദീപക് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് ഏകദേശം 150 കോടി റേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്ലോർ പ്രൈസായിട്ട് 133 രൂപയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ 20 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 3 ഷെയർ എന്ന രീതിയിലാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ റേഷ്യോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് സെപ്റ്റംബർ 17 ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇഷ്യൂ ഓപ്പൺ ആകുന്നത് സെപ്റ്റംബർ 28 ഒക്ടോബർ 12 ഇഷ്യൂവിൻ്റെ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ന്യൂസുകളും അതുപോലെ തന്നെ സ്റ്റോക്കുകളെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലെവലുകളും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഒരു അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയായിട്ടുള്ള ഒരു ബോർഡർ ടെൻഷൻസൊക്കെ പോകുന്നതൊക്കെ നമ്മൾ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല കൊറോണ കേസസ് നോക്കുകയാണെങ്കിലും വീണ്ടും നല്ലൊരു വർധനവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് അഗേൻസ്റ്റുള്ള വാക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ അധികം വന്നിട്ടില്ല. എല്ലാം ഇപ്പോൾ ഒരു പരീക്ഷണങ്ങൾ തുടരുന്നു എന്ന രീതിയിൽ മാത്രമേ നമ്മൾക്ക് അപ്ഡേറ്റുകളിൽ കാണാനുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഒരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രികൾ നല്ലൊരു അനാലിസിസിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.